മംഗലത്തെ UDF സ്ഥാനാർത്ഥി KM നൂറുദ്ദീൻ മത്സരത്തിൽ നിന്നും പിന്മാറി. UDFുമായി ഒത്തുപോകാനാകില്ലെന്ന് നൂറുദ്ദീൻ വ്യക്തമാക്കി. RSPക്ക് അനുവദിച്ച സീറ്റാണ് കയ്പമംഗലം. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിവരങ്ങൾ. പ്രജീഷ, RSP കൂടുതലായി സീറ്റുകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കയ്പമംഗലം RSPക്ക് വേണ്ടി ഒഴിച്ചിരിക്കുകയും തുടർന്ന് അരൂർ എന്ന ഒരു ആവശ്യത്തിൽ നിന്ന് RSPയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കയ്പമംഗലം സീറ്റ് നൽകി RSPയെ അനുനയിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് RSPക്ക് ലഭിച്ച സീറ്റിൽ പൊതുപ്രവർത്തകനായിരുന്ന KM നൂറുദ്ദീനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഈ KM നൂറുദ്ദീൻ തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ UDFുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്. എളമുട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ നൂറുദ്ദീൻ ആദ്യ തവണയാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. 1994 മുതൽ ഇദ്ദേഹം പ്രവർത്തന രംഗത്ത് ഉണ്ടെങ്കിലും സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ RSPക്ക് സീറ്റ് ലഭിച്ച സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ പൊതുപ്രവർത്തകനായ നൂറുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനം വന്നിരുന്നത്. അദ്ദേഹം തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഈ പിന്മാറ്റം വ്യക്തിപരമാണോ അതോ രാഷ്ട്രീയമായിട്ടുള്ള അസ്വാരസ്യങ്ങളുടെ ഭാഗമായിട്ടാണോ? എന്താണ് അദ്ദേഹം നൽകുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് UDF നേതൃത്വവുമായി അവരുടെ നിലപാടുകളുമായി ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നത്. മത്സരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് ഇപ്പോൾ UDF നേതൃത്വത്തെ അറിയിച്ചതായാണ് ഇപ്പോൾ നമുക്ക് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും UDF നേതൃത്വവുമായി ഒത്തുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് നൂറുദ്ദീൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. അവിടെ ഈ നൂറുദ്ദീനെ പോലെ സ്ഥാനാർത്ഥിത്വം നൽകാൻ ഒരുപക്ഷെ പകരം വെക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഉണ്ടോ, അതോ ആ മേഖലയിൽ ഉള്ള മികച്ച ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തോടു കൂടി RSPക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ UDF തിരിച്ചടി എന്നാണോ കാണേണ്ടത്? തീർച്ചയായും കയ്പമംഗലത്ത് ഘടകകക്ഷികൾക്കാണ് ഇടതു വലത് മുന്നണികൾ സീറ്റ് അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ തവണ CPIയുടെ മണ്ഡലം CPI ആണ് കയ്പമംഗലം മണ്ഡലത്തിൽ ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ജയസാധ്യത കുറഞ്ഞ കയ്പമംഗലം സീറ്റിനെ ചൊല്ലി UDFിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കയ്പമംഗലം സീറ്റ് നൽകി RSPയെ അല്ലെങ്കിൽ RSPക്ക് അത്തരത്തിൽ ജയസാധ്യത കുറഞ്ഞ ഒരു സീറ്റ് നൽകിയതിനെ പറ്റി അതൃപ്തി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് RSPക്ക് സീറ്റ് നൽകുകയും തുടർന്ന് ഇത്തരത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരാനും ഉള്ള ശ്രമങ്ങൾ നടന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ UDFിന്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോൾ തന്നെ പാർട്ടിയുടെയും മറ്റു നിലപാടുകളുമായി അല്ലെങ്കിൽ UDFിന്റെ നിലപാടുകളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പിന്മാറുന്ന ഒരു ഘട്ടം UDFിന് വലിയ പ്രതിസന്ധി തന്നെയാണ് വരുത്തിവെക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, അതിന്റെ പ്രചരണമടക്കം എതിർ സ്ഥാനാർത്ഥി LDFിന്റെ സ്ഥാനാർത്ഥി ഏറെ മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം സ്വാഭാവികമായും സൂചിപ്പിച്ചതുപോലെ ജയസാധ്യത ഇല്ലാത്തൊരു സീറ്റാണ്. ഇങ്ങനൊരു പ്രതിസന്ധി കൂടി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മോശാവസ്ഥയിലേക്ക് പോവുകയാണ്. തീർച്ചയായും പ്രത്യേകിച്ച് മുമ്പ് CPI ജയിച്ചു വന്ന സീറ്റ്, പ്രത്യേകിച്ച് VS സുനിൽകുമാറിനെ പോലെ കരുത്തനായ ഒരു നേതാവ് ജയിച്ചു വന്നിട്ടുള്ള സീറ്റ്, ഇടതുപക്ഷത്തിന് ജയസാധ്യത കൂടുതലുള്ള ഒരു സീറ്റിൽ ഇത്തരത്തിൽ മത്സരിക്കുമ്പോൾ അത് ജയസാധ്യതയുള്ള സീറ്റ് നൽകാത്തതിലുള്ള അതൃപ്തി RSPക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDFിനുള്ളിൽ തന്നെ ഈ സീറ്റിൽ കയ്പമംഗലം സീറ്റിനെ ചൊല്ലി ഉള്ള ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം ജയസാധ്യത കുറവാണ് എന്നതിന്റെ പേരിൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്ത ഒരാൾക്ക് മത്സര രംഗത്തേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സീറ്റ് ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പിന്മാറുന്ന ഒരു പ്രതികരണം വരുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ് UDFിൽ. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. UDF സ്ഥാനാർത്ഥി കയ്പമംഗലത്ത് നിന്നും പിന്മാറിയിരിക്കുന്നു. കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥി
പിന്മാറിയിരിക്കുന്നു. ദിൽജിത്ത് വീണ്ടും ചേരുകയാണ്. ദിൽജിത്ത്, വ്യക്തമായ അദ്ദേഹം മറുപടി പറയുന്നത് കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ UDFിൻ്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലാണ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു പിന്മാറ്റം നടത്തുന്നത്? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ UDF നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ സഹകരണം ലഭിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതികൾ അദ്ദേഹം പറയുന്നുണ്ടോ നൂറുദ്ദീൻ?